കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ട് ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് തുടർന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ ഫുള്ള് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. എന്ത്? നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് വരും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ളത് തീരെ ഇല്ലാതായി മാറും. കാരണം ഇപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊച്ചു കുട്ടികളായിരിക്കും എനിക്ക് തോന്നുന്നത് സിയുടെ ചാനൽ കാണുണ്ടാവുക. ആ കൊച്ചു കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാമിന്റെ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്താനോ അങ്ങനത്തെ ഒന്നും വേണ്ടി വരില്ല. അവരിപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1 മന്ത് കൊണ്ട് തന്നെ അവരത് ക്ലിയർ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരു റൗണ്ട് എങ്ങനെയാണ് സൗണ്ടുകൾ പഠിപ്പിക്കേണ്ട കുട്ടികളെ എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഫോണിക് സൗണ്ട് നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോഴോ, ഞാനൊക്കെ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് കുട്ടികളെ ഭൂരിഭാഗം സമയത്ത് പഠിക്കുക. അല്ല അതിന് വേണ്ടി ഒരു സമയം എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ഞങ്ങൾ സമയം കണ്ടെത്താറ് അങ്ങനെയാണ്. അല്ലാതെ അതിന് വേണ്ടി ഒരു സമയമൊന്നും കണ്ടെത്താറില്ല. അപ്പൊ നമ്മൾ എപ്പോഴാണോ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയം കുട്ടികളുടെ കൂടെ കളിച്ചും അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെങ്ങനെയാ സൗണ്ട് പറയാന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഏതെങ്കിലും ഒരു കൈ ഓപ്പോസിറ്റ് ചെയ്തിട്ട് സിയ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സിയ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തേ. അമ്മ പറയാം, സിയ പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് സൗണ്ട് നല്ല ക്ലിയർ ആവട്ടെ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഇത്രയും വാക്കുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ എന്ത് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യും. എപ്പോഴും പഠിക്കണം. ഇവരെപ്പോഴും പഠിക്കുമായിരുന്നു. ഉറങ്ങുന്ന ടൈമിൽ അത് പറയും, എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അത് പറയും. അങ്ങനെ ഒരു ആഴ്ച അത് കണ്ടിന്യൂസ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒക്കെ ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.